Hey guys, welcome back to the classes. Thank you so much for joining. This is Naushad from Grow with Naushad YouTube channel. Let's learn together and grow together. Okay, എല്ലാവർക്കും സ്വാഗതം. So ഇന്ന് നമ്മുടെ ഡേ 4 ആണ് അല്ലേ? So ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഐ ബട്ടണിൽ ഇതിൻ്റെ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഡേ 1 മുതൽ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക. പുതിയ ആളുകളോടാണ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ആക്ച്വൽ ലെസൺസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. ഇംഗ്ലീഷ് ഇതുവരെ തുടങ്ങിയില്ല. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് ആണെന്നൊക്കെ പലർക്കും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. സോ എല്ലാവരും ഹൗ മെനി ഓഫ് യു ഗൈസ് ആർ റെഡി ടു സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ, മീ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ, മീ. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ് ഉണ്ട്? ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയോ? അറിയുന്ന ആളുകളൊക്കെ അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടെ. ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ് ഉണ്ട്? ഓക്കെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാർ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത്ര നിങ്ങൾ ബേസിക് ലെവൽ മുതൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൽഫബറ്റ് മുതലൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഹോൾഡ് ഓൺ, വി വിൽ കം ടു ദാറ്റ്. പക്ഷേ എത്ര ആൽഫബറ്റ് ഉണ്ട് ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴും 26 ആൽഫബറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. ബട്ട് ആക്ച്വലി ഇൻ ഇംഗ്ലീഷ് ദർ ഈസ് ഓൺലി 1 ആൽഫബറ്റ്. സോ ഇവിടെ നമ്മൾ ഈ ആൽഫബറ്റ് എന്ന് പറയുന്നതും ലെറ്റേഴ്സ് എന്ന് പറയുന്നതും തമ്മിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയതാണത്. ആൽഫബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇംഗ്ലീഷിൻ്റെ ഒരു ടോട്ടൽ ലെറ്റർ സിസ്റ്റത്തിനെയാണ് ഇംഗ്ലീഷിൻ്റെ എന്നല്ല, ഏത് ലാംഗ്വേജിൻ്റെയും ആ ഒരു ലെറ്റർ സിസ്റ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. അതിലുള്ള അക്ഷരങ്ങളെ ആണ് നമ്മൾ ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇംഗ്ലീഷിന് ഒറ്റ ലെറ്റർ സിസ്റ്റം അല്ലേ ഉള്ളൂ. ചില ലാംഗ്വേജസിന് മൾട്ടിപ്പിൾ ലെറ്റർ സിസ്റ്റംസ് ഉണ്ടാവും. സോ ഇംഗ്ലീഷിന് പിന്നെ എന്തേ ഉള്ളൂ? ഒറ്റ ലെറ്റർ സിസ്റ്റേ ഉള്ളൂ, ഒരു അക്ഷരമാല മാത്രമേ ഉള്ളൂ. അക്ഷരമാല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ അക്ഷരമാല എന്നല്ലേ പറയാം. സോ അതെന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എൻറ്റയർ ലെറ്റേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ്, റൈറ്റ്? സോ ഇംഗ്ലീഷിന് ഒരു ആൽഫബറ്റേ ഉള്ളൂ. അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ് ഉണ്ട്. സോ ഇത് എപ്പോഴും നമ്മൾക്ക് മാറിപ്പോവാറുണ്ട്. നമ്മൾ ഇത് ഏതാണ് ആൽഫബറ്റ്, ഏതാണ് ലെറ്റർ എന്നുള്ളത് ഇനി മാറാൻ പാടില്ല. സോ നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് ആദ്യം നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഞാനിത് ഇവിടെ നിന്ന് എഴുതുന്നുണ്ട്. KMOPQRSTUVWXYZ. ഓക്കെ, സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇനി നമ്മളിതിൽ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്, ഇതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ബേസിക് ലെവലിൽ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇതിലുള്ള ചില അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്നതിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാൻ ചില അക്ഷരങ്ങൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തിടുന്നുണ്ട്. ഇത്രയും അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇത് നമ്മൾ ഇതെന്താ നമ്മൾ സാധാരണ വായിക്കുക? ഇത് നമ്മൾ എ എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? എ അല്ലേ? സോ ഈ എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ. അതുപോലെ ഇതെന്ത് വായിക്കും? ഇത് എഫ് എന്ന് വായിക്കും അല്ലേ? എഫ്. അതുപോലെ ഇത് എച്ച് എന്ന് വായിക്കും. ഇത് എൽ എന്ന് വായിക്കും. ഇത് എം എന്ന് വായിക്കും. ഇത് എൻ എന്ന് വായിക്കും. ഇത് എസ്, ഇത് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇത് ഒട്ടുമിക്കവാറും ആളുകൾ ഇത് വായിച്ചു വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ അപ്പോൾ നമ്മളിത് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ, ഇത് അല്ലേ? സോ എസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എം എന്നാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എൽ എന്നാണ് വായിക്കുന്നത്. എല്ലാത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു യാ സൗണ്ട് ഇതിൻ്റെയൊക്കെ തുടക്കത്തിലുണ്ട്. എന്നാൽ ആക്ച്വലി ഇംഗ്ലീഷിൽ ഇത് വായിക്കുന്നത് ഈ യാ സൗണ്ട് വെച്ചിട്ടല്ല.
ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് മുതൽ ആ യാ സൗണ്ട് ഒഴിവാക്കിയിട്ട് വായിക്കുന്ന ഒരു സ്റ്റൈൽ പഠിക്കാൻ പോവുകയാണ്. സോ ഇവിടെ ഒന്നും യാ സൗണ്ട് ഇല്ല. യാ സൗണ്ട് ഇല്ലാതെ പിന്നെ ഇത് എങ്ങനെയാണ് വായിക്കുന്നത്? ഇത് എ എന്നല്ല വായിക്കേണ്ടത്, എ എന്നാണ്. എന്താണ്? എ എന്ന് പറഞ്ഞു നോക്കൂ. എ അല്ല, എ. അതുപോലെ ഇത് എഫ് അല്ല, അതെന്താണ്? എഫ്. എന്താണ്? എഫ്. അതുപോലെ ആ എഫ് എന്ന് പറയുന്ന സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം? അവർ ഇവിടുന്നായിട്ട് വരും. എഫ് എഫ് എന്ന് ഇവിടുന്നാണ് വരുന്നത്. അതുപോലെ ഇതെന്തല്ല? എച്ച് അല്ല. എന്തല്ല? എച്ച് അല്ല, എച്ച്. ഞാൻ മലയാളത്തിൽ ഇവിടെ എഴുതാം, എച്ച് അല്ലേ? എച്ച് അല്ല ഇത്. ഇതെന്താണ്? എച്ച്. എന്താണ്? എച്ച്. അതുപോലെ ഇത് എൽ അല്ല. ഇതെന്താണ്? എൽ. എന്താണ്? എൽ. ഒന്ന് പറഞ്ഞു നോക്കേ, ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കേ. എൽ. എന്താണ്? എൽ. പിന്നെ അതുപോലെ ഇത് എം അല്ല, എം. എന്താണ്? എം. അതായത് ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ എ എന്ന് വായിക്കുന്നതും എ എന്ന് വായിക്കുന്നതും, അല്ലെങ്കിൽ എഫ് എന്ന് വായിക്കുന്നതും എഫ് എന്ന് വായിക്കുന്നതും തമ്മിൽ എഫ് എന്ന് വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ എം എന്ന് വായിക്കാതെ എന്തെന്ന് വായിക്കുക? എം എന്ന് വായിക്കുക. എം. നമുക്ക് മലയാളിക്ക് ഈ എവിടെ, എപ്പോൾ, എങ്ങനെ, എന്ത് എന്നൊക്കെ ചോദിക്കുന്നൊരു ശീലമുണ്ടല്ലോ, മലയാളം വേർഡ്സ് തന്നെ. സോ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇത് എൻ അല്ല, ഇതെന്താണ്? എൻ എന്നാണ്. എന്താണ്? എൻ. അതുപോലെ ഇത് എസ് അല്ല, ഇതെന്താണ്? എസ് എന്നാണ്. എസ്. ഇത് എക്സ് അല്ല, ഇത് എക്സ് ആണ്. എക്സ്. വൈ, സെഡ് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന. സോ ഇത്രയും അക്ഷരങ്ങൾ അല്ലേ? 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ്. ഈ 8 പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന വേറെ ചില ലെറ്റേഴ്സും നമ്മൾ വായിക്കേണ്ട രീതി വ്യത്യാസമുണ്ട്. അത് നമ്മളെല്ലാം കൂടി ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്പീച്ച് ഓർഗൻസിനെയൊക്കെ ഒന്ന് മാറ്റം വരുത്തി ഒന്ന് ഒരു ഇംഗ്ലീഷ് ടച്ച് വരണ്ടേ നമുക്ക്. നമ്മൾ ഇനി ഇപ്പോൾ ഓരോ സിറ്റുവേഷൻ എടുത്തൊക്കെ പറയുമ്പോൾ ആ ചോദിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു ഇംഗ്ലീഷ് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസാണിത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ഇതെങ്ങനെ വായിക്കാന്ന് പറഞ്ഞത്? എ. എങ്ങനെ വായിക്കാം? എ. ഇത് എഫ്, ഇത് എച്ച്, ഇത് എൽ, എം, എൻ, എസ്, എക്സ്. ഇത് പിന്നെ എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഇതിന് എ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് നമുക്ക് തോന്നും. എഫ് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, എൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നൊക്കെ നമുക്ക് തോന്നും. പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ വേറൊരു മലയാളിനോട് പറയുമ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ അറ്റ്മോസ്ഫിയറിൽ, ഒരു മൾട്ടിനാഷണൽ അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസിൽ എനിക്ക് തോന്നുന്നു 15+ നാഷണാലിറ്റീസ് ഉണ്ട്, ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഉണ്ട്. സോ അവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. സോ അവരൊക്കെ ഒരു പക്ഷേ പല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളായിരിക്കും. ചിലർ ഇംഗ്ലീഷിൻ്റെ നേറ്റീവ് യൂസേഴ്സൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരാളെ ഫോൺ ചെയ്തു എന്ന് വിചാരിക്കുക. സോ അപ്പുറത്തുള്ള ആൾ ഒരു നേറ്റീവ് സ്പീക്കറാണ്. സോ നമ്മുടെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, ക്യാൻ യു സ്പെൽ ദാറ്റ് പ്ലീസ്, ക്യാൻ യു സ്പെൽ ദാറ്റ് പ്ലീസ്, അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പേര് സലീം എന്നാണെന്ന് വിചാരിച്ചോ. ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ പറയണം. സലീം എന്നാണെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ക്യാൻ യു സ്പെൽ ദാറ്റ് പ്ലീസ് എന്ന് ചോദിക്കുമ്പോൾ യെസ്, നമ്മൾ ആ സ്പെല്ലിങ് ആദ്യത്തെ പിന്നെ സ്പെല്ലിങ് പറയുകയാണ്, ആദ്യത്തെ അക്ഷരം പറയുകയാണ് എന്ത്? യെസ്. നമ്മളിതിന് യെസ് എന്നാണ് പറയാം. സോ ഈ യെസ് എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു നേറ്റീവ് സ്പീക്കർ വിചാരിക്കുന്നത് എന്താണ്? കാരണം അദ്ദേഹം അത് ഒരു വേർഡായിട്ടാണ് മനസ്സിലാക്കുക. കാരണം ഇംഗ്ലീഷിൽ യെസ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്. ഒരു അക്ഷരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയണം? എസ് എന്ന് പറയണം. എസ് എന്ന് പറയണം. അതാണ് അവരൊരു ലെറ്റർ ആയിട്ട് മനസ്സിലാക്കുക. യെസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡായിട്ടാണ് മനസ്സിലാക്കുക. സോ നമ്മൾ ആദ്യത്തെ അക്ഷരം എന്ന നിലയ്ക്ക് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്നത് എന്തായിരിക്കും? സ്പെല്ല് ചെയ്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് യെസ് എന്നോ ഓക്കെ എന്നൊക്കെ നമ്മൾ ഇടൂലേ. സോ അങ്ങനെ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അടുത്ത ലെറ്റർ നമ്മൾ പറയാൻ തുടങ്ങും. ഇതെന്താ നമ്മൾ പറയാ? എ എന്ന് പറയും. എ.
സോ എ എന്ന് പറഞ്ഞാലും അവർക്കൊരു വേർഡാണത്. കാരണം ഇപ്പോൾ എ എന്ന് നമ്മൾ സന്തോഷമൊക്കെ എക്സ്ക്ലമേഷനൊക്കെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കണം. ഏ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ ആക്ച്വലി ഒരു വേർഡാണ്. അക്ഷരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തെന്ന് പറയണം? എ എന്ന് പറയണം. സോ അവിടെയും അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നില്ല? ഒരു ലെറ്റർ കിട്ടുന്നില്ല. അവിടെയും ഒരു വേർഡ്. എന്താണ് ഇപ്പോൾ ഇദ്ദേഹത്തിനോട് സ്പെല്ലിംഗ് ചോദിച്ചതല്ല സന്തോഷമാണോ ഏ എന്നൊക്കെ പറയണ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും അദ്ദേഹം, അല്ലേ? ഇനി വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലെറ്റർ. ഇതെന്താണ്? ഇതും നമ്മൾ പറയാം എന്ത്? നമ്മൾ സാധാരണ പറയുന്ന സ്റ്റൈലിൽ എൽ എന്ന് പറയും. സോ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് എന്തല്ല? ഒരു ലെറ്റർ അല്ല, അതൊരു വേർഡാണ് അവർക്ക്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ എന്താ പറയുക, അലറുക എന്നോ അല്ലെങ്കിൽ അലമുറയിടുക, ഉറക്ക സൗണ്ട് ഉണ്ടാക്കുന്നതിനാണ് എൽ എന്ന് പറയുക. അതൊരു വേർഡാണ്, ഒരു മീനിങ് ഫുൾ വേർഡാണ് അവർക്ക്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ലെറ്റർ ആണെങ്കിൽ എന്തെന്ന് പറയണം? എൽ എന്ന് പറയണം. അപ്പോഴാണ് അവർക്ക് അതൊരു ലെറ്റർ ആയിട്ട് സെൻസ് ആവുക. ഓക്കെ. സോ ഇദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും ആദ്യം യെസ് എന്ന് പറഞ്ഞു, പിന്നെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചു ഏ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അടുത്തത് എന്താണ് ഇദ്ദേഹം എന്നോട് അലറാൻ പറയുന്നതെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ചിലപ്പോൾ അദ്ദേഹം മെല്ലെ ഒന്ന് അലറിയേക്കാം, അല്ലേ? എൽ എൽ കേട്ടിട്ട്. പിന്നെ നമ്മൾ പറയുന്ന ഇ ഇത് രണ്ടും അയാൾക്ക് ലെറ്റർ ആയിട്ട് കിട്ടും. അടുത്തത് നമ്മൾ എന്ത് പറയും? ഇതിന് നമ്മൾ എം എന്ന് പറയും. എം. സോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഗെയിൻ അവർക്ക് അതൊരു വേർഡാണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യമ്മി എന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റുള്ള സാധനത്തിന് യമ്മി എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് എം എന്നും യൂസ് ചെയ്യാറുണ്ട്. സോ അതും അവർക്കൊരു വേർഡാണ്. സോ നമ്മളീ പറയുന്ന സലീമിൻ്റെ സ്പെല്ലിങ്ങിൽ നിന്ന് ഒരു ആക്ച്വൽ നേറ്റീവ് യൂസർക്ക് ആകെ എന്തേ കിട്ടുള്ളൂ? ഈ രണ്ട് ഇ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഒരു ഇമാജിനറി സിറ്റുവേഷൻ അല്ല. എങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷനൊക്കെ വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോർമലായിട്ട് എങ്ങനെയാണോ അതിൻ്റെ ഒരു ന്യൂട്രൽ പ്രൊനൗൺസിയേഷൻ, അത് അങ്ങോട്ട് പഠിച്ചാൽ പ്രശ്നമില്ലല്ലോ. പിന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും. നമ്മളത് പറയുമ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും. മറ്റുള്ള ആളുകൾക്ക് ഇവൻ എന്തോ ഒരു ചേഞ്ച് ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോവും. പൊതുവേ നമ്മൾ ഈ മലയാളം മീഡിയം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളുകൾക്ക്, ഓഫ് കോഴ്സ് ഞാനും മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചതാണ്, സാധാ ഗവൺമെൻറ് സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്. സോ പിന്നീടാണ് നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞ് പഠിക്കുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് ഒന്ന് പറഞ്ഞു നോക്കാം. എൻ്റെ കൂടെ പറയണേ, ഞാൻ പറഞ്ഞാൽ ഉടനെ പറയണം. എ ബി സി ഡി. ഈ ഡീൻ്റെ പ്രൊനൗൺസിയേഷനിലും വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ലേറ്റർ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരാം. ഇ എഫ് ജി എച്ച് ഐ ജെ കെ ഒക്കെ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യാസം. നമ്മുടെ സാധാരണ മലയാളത്തിലെ കെ അല്ല കെ, ഇംഗ്ലീഷ് കെ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ വായിച്ച് ശീലിക്കുക. ഇനി നമുക്ക് വേറൊരു എക്സസൈസ് ഇത് ശീലിക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി നമ്മുടെ പേരിൻ്റെ സ്പെല്ലിങ് അല്ലെങ്കിൽ വീട്ടിലുള്ള പിന്നെ ആളുകളുടെയൊക്കെ പേരിൻ്റെ സ്പെല്ലിങ്ങുകളൊക്കെ ഇതുപോലെ സ്പെല്ല് ചെയ്ത് പഠിക്കാം. ഇതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ് നൗഷാദ്. I spell my name as N-A-U-S-H-A-D. എന്താണ്? My name is Naushad. I spell my name as N-A-U-S-H-A-D. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ്? മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പേര് ഫുള്ള് പറയാം. എന്നിട്ട് ഐ സ്പെൽ മൈ നെയിം ആസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു നോക്കുക. ഇപ്പോൾ സലീം എന്നാണ് പേരെങ്കിൽ മൈ നെയിം ഈസ് സലീം. ഐ സ്പെൽ മൈ നെയിം ആസ് SALEEM. അതങ്ങനെ ശ്രദ്ധിച്ച് തന്നെ പറയാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ എന്തെങ്കിലും ഇംഗ്ലീഷിലുള്ള ഒരു ബുക്കോ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും എടുക്കാം. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് മൈ ഹൗസ്.
it is green in color. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളത് സ്പെല്ലിംഗ് ആയിട്ട് വായിച്ചു നോക്കുക. എങ്ങനെ? THISISMYHOUSEITGREENIN എന്ന് പറഞ്ഞിട്ട് ലെറ്റേഴ്സ് മാത്രമായിട്ട് വായിച്ച് ശീലിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ THISMYHOUSE എന്നൊന്നും പറയാതെ ഞാൻ ഈ പറഞ്ഞ പോലെ വായിച്ച് നോക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ആക്സെന്റ് ന്യൂട്രലൈസേഷൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. So it was a quick look on how to pronounce the English letters. Okay, so tomorrow we will start general English sessions. Get ready for that. How many of you guys are excited to start the general English? Just type me in the comment section. Okay, so എല്ലാവരും ഒരു താങ്ക് യു അടിച്ചിട്ട് പോവുക. എല്ലാവരും എല്ലാ ക്ലാസ്സും അവസാനം വരെ കാണണം. നീറ്റ് പോകുമ്പോൾ ഒരു താങ്ക് യു അടിക്കണം പ്ലീസ്. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക പറയുന്ന കാര്യങ്ങളൊക്കെ. So thanks a lot for joining. See you in the next class. Till then, bye bye.